മുതലാളി സുരക്ഷാ ഭടന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോയ ക്യാബേജിനായി ഇരു കണ്ണുകളും തന്റെ ധർമ്മത്തിനായി മാറ്റിവെച്ച പാക്കായുടെ ബലത്തിൽ നാട് കാണാൻ ഇറങ്ങി കറുപ്പായി. ക്യാബേജിനായി മണ്ണിളക്കിയും കളപറിച്ചും ദിനങ്ങൾ എണ്ണി നിദ്രയിൽ വരിഞ്ഞ മനക്കോട്ടയിൽ ചില്ലുകൊട്ടാരം തീർത്ത് ക്യാബേജ് കാട് സ്വപ്നം കണ്ട പാക്കായ്ക്ക് പ്രതിഫലം. ക്യാബേജിന്റെ വളർച്ചയിൽ തളർച്ച. എന്റെ സുരക്ഷയിൽ അപാകതയോ? ഓഫീസർ എത്തി മണ്ണിനെ ഇടകീറി പരിശോധിച്ചു. പഠനോടേണ്ട സമയമായോ? ഇല്ല, മണ്ണിൽ നൈട്രജൻ തീർന്നു. ക്യാബേജിന് വേണ്ടത് നൈട്രജൻ. തന്റെ ജ്ഞാനകോണിൽ പോറിയിട്ട് വളം തേടി ഇറങ്ങി പാക്കായി. അലച്ചിലിന്റെ യാത്രയിൽ ഉറുമ്പുംകാട്ടിലെ പോച്ചയ്ക്ക് എന്തുകൊണ്ട് പച്ചിപ്പ്? ഉറുമ്പിന്റെ വായിൽ കടലപ്പിണ്ണാക്ക്. അരുതകം കടലപ്പിണ്ണാക്കിലൂടെ പകർന്നു കിട്ടിയ വിജ്ഞാനത്തെ കോരിയെടുത്തോടിയ പാക്കായി. മിഴികളിലൂടെ തന്റെ സാരാംശം മുതലാളിക്ക് പകർന്നു നൽകിയതും കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും വെള്ളത്തിൽ പുളിപ്പിച്ച് രണ്ടിരട്ടി വെള്ളം ചേർത്ത് ക്യാബേജിന്റെ വേരിലേക്ക് ചെന്ന് ചേർന്നതും ഉരുണ്ടുകൂടുന്ന നൈട്രജനിൽ കാലാന്തരം കാത്തുവെച്ചത് ക്യാബേജിന്റെ ചൂടൽ. അറിഞ്ഞു കേട്ട് തെക്ക് ദിക്കിൽ നിന്നും കാഴ്ചക്കാരെത്തി തുടങ്ങി. പാക്കായ്ക്ക് ഇവർ ക്ഷണിക്കാതെ വന്ന വിശിഷ്ടാതിഥി.